സോ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇതപ്പം നിങ്ങൾക്കറിയോ, നമുക്ക് മൈൻക്രാഫ്റ്റ് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതും എക്സ് ബോക്സിലേസ് ഫ്രീ ആയിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് ഇന്ന് കളിക്കാൻ വേണ്ടി പോവാണ്. എക്സ് ബോക്സ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് മൈൻക്രാഫ്റ്റ് ഒരു ട്രയൽ തന്നിട്ടുണ്ട്. സോ അത് നമുക്ക് വർക്കാവോ ഇല്ലേ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് ഞാനിവിടെ മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈൻക്രാഫ്റ്റ് ഞാൻ ഇപ്പോൾ എക്സ് ബോക്സിലാണ് നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, മൈൻക്രാഫ്റ്റ് ഫോർ വിൻഡോസ്. ഇത് ഞാൻ 2 ദിവസം മുന്നേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. യു ക്യാൻ സീ ഹിയർ ലാസ്റ്റ് പ്ലേ. 2 ദിവസം മുന്നേ ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. ഓക്കെ, നമുക്കിതിൽ പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് നമുക്കിതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോ ഗൈസ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഫുള്ളി ഫ്രീ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഞാനിത് നേരെ പോകുന്നു നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലോകത്തേക്ക്. യെസ് ഗീസ്, അങ്ങനെ മൈൻക്രാഫ്റ്റ് നമ്മൾ തുറന്നു വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റ് മാതിരി തന്നെ യു ക്യാൻ വെയിറ്റ്. യെസ്, കണ്ടോ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2 വേൾഡുകളാണിത്. ജസ്റ്റ് ട്രയലിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്കിവിടെ പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം ഗീസ്. ക്രിയേറ്റ് ന്യൂ വേൾഡ് ആൻഡ് ജനറൽ ബ്ലാ 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 നോർമൽ വേൾഡ് ആയിരിക്കണം. മൈ വേൾഡ് പേരിപ്പോൾ എന്തിടും? ഓക്കെ, ലെറ്റ്സ് ഗോ വിത്ത് ന്യൂ ബിഗിനിങ്. അയ്യോ അയ്യോ ബ്രോ, ന്യൂ ബിഗിനിങ് സർവൈവൽ വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഗായ്സ്, മൈൻക്രാഫ്റ്റാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്, അതും ഫ്രീ ആയിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഇതാണ് ആക്ച്വലി ഇത് ഡിഫോൾട്ടായിട്ട് എനിക്ക് തന്ന സ്കിന്നാണ്. ഓക്കെ, ഞാൻ വേറെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന്, ഇതാണ് ആക്ച്വലി നമ്മുടെ സ്പോൺ എന്ന് പറയുന്നത്. ഓ, ഇപ്പോൾ പോയേനെ. കുതിര കുട്ടികളൊക്കെ ഉണ്ടല്ലോടാ, അച്ചടാ. അയ്യോ, ആരും കണ്ടില്ലല്ലോ. അൺലോക്ക് ഫുൾ ഗെയിം. 90 minutes പ്ലേ ആണെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എത്ര സമയം അവർ എങ്ങനെ കളിക്കാനോ അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അവർ ചാൻസ് തരുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ വേറൊരു സംഭവം ഉണ്ട്. നമുക്ക് രാത്രി ആവുന്നതിന് മുന്നേ അപ്ഡേറ്റുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മരമൊക്കെ മുറിച്ച് റെഡിയാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല. മൈൻക്രാഫ്റ്റിൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് എന്താണ്, മരം മുറിക്കലാണ് പരിപാടി. ഓക്കെ, മരത്തിനൊക്കെ എന്തൊരു വില. അവിടെ ഒരു മരം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ബെഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ രാത്രി കോക്കാച്ചകൾ വന്ന് പിടിച്ചോണ്ട് പോകും. ഞാൻ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ റെഡി ആവില്ല ഗൈസ്. നമുക്ക് മരം, നമ്മുടെ ഫസ്റ്റ് മരം. ചെറിയ മരത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയില്ല. ജസ്റ്റ് 90 minutes പ്ലേ ആണ്. അതുകൊണ്ട് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാ പരിപാടികളും ചെയ്യാം. ഓക്കെ, നമ്മൾ കളിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് ഇതൊന്നും ഓർമ്മ ഇട്ടിരുന്നില്ല. യെസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡി, സ്റ്റിക്സ് റെഡി. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കുന്ന പരിപാടി, യെസ്, നിങ്ങൾ ബിഗിനറാണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, എന്താ കണ്ടുപിടിച്ചാൽ നിങ്ങളൊക്കെ എന്താവോ എന്തോ. ഓക്കെ, നമ്മളൊരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മരം മുറിച്ചോട്ടെ. നമ്മുടെ ഫസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ ഏജിൽ അപ്ഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് തന്നെ എന്തൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. വുഡൻ ടൂൾസിൽ നിന്ന് സ്റ്റോൺ ടൂൾസ് ആക്കി എടുക്കാം. നമുക്ക് കുറച്ച് സ്റ്റോൺ പെറുക്കി എടുക്കാം. കാശോ, മൈൻക്രാഫ്റ്റിൽ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് തന്നെ പോയിട്ടൊരു വില്ലേജ് കണ്ടുപിടിക്കുക, പറ്റണത്ര നടന്നു പിടിച്ചിട്ട്. ആദ്യം തന്നെ നമ്മൾ ഇതേമാതിരി കല്ല് പിടിച്ചെടുക്കണം. ആൻഡ് പെട്ടെന്ന് വാടി ചെയ്യുമായിരുന്നു സ്പീഡിൽ. ശരിയാണല്ലോ അല്ലേ, മരത്തിൻ്റെ ടൂൾസ് ചെയ്തിട്ട് സ്പീഡിലെന്ന് പറഞ്ഞാൽ നമുക്കിത് കാട്ടിക്കളയാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടൂൾസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വുഡൻ പിക്കാക്സ് സെറ്റാ ഗൈസ്. ഇതെന്താ, ക്രാഫ്റ്റബിൾ ഓൾ. ശരി, നമ്മൾ ഇങ്ങനെ സ്റ്റോൺ പിക്കാക്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡ് നോക്കിയോട്ടോ. മാൻ, സീൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെതറൈറ്റും ഡയമണ്ടൊക്കെ അങ്ങ് സ്വർഗ്ഗമായിരിക്കും, നല്ല ഉറപ്പല്ലേ. പിന്നെ അല്ല, നമുക്കിതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം.
മാക്സിമം സ്റ്റോൺസ് കളക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഫുഡ് നമുക്ക് നല്ല രീതിക്ക് ആവശ്യമുണ്ട്. ഫുഡും വേണം. പിന്നെ രാത്രി കോക്കച്ചകൾ പിടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ സംഭവങ്ങൾ വേണം. അപ്പോൾ നമുക്ക് 2 സ്റ്റോൺ ആക്സുകൾ ഉണ്ടാക്കാം, മരം വെട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഫുഡ് റെഡി ആക്കാൻ വേണ്ടിയിട്ടും. ഫുഡ് എങ്ങനെയാണെന്നുള്ളതല്ലേ, നമ്മുടെ ഫുഡ് ഇതിൽ കൂടെ നടന്നേർന്നു. നിങ്ങളത് കാണുക ഗായ്സ്, നിങ്ങളത് കാണുക 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 കാണുക. നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗായ്സ്. ലെറ്റ്സ് ഗോ വില്ലേജ്. ഹിയർ ഐ കം. ഇനി നമുക്കൊന്നും വേണ്ട, നമുക്കൊരു അപ്ഗ്രേഡിങ്ങും വേണ്ട. ബോയ്. അയ്യോ, ഇതെന്താ പുതിയ അപ്ഡേറ്റിൽ വന്ന വല്ലതാണ്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എന്ത് പുല്ലോ പറ്റുന്നുണ്ട്. നമുക്ക് പോയാൽ ഗൈസ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അണ്ണന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വുഡ് കളക്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം എന്താ പറയുക, സ്റ്റോണേജ് എടുക്കണം. സ്റ്റോണേജ് എന്ന് പറയുമ്പോൾ അതൊരു അഡ്വാൻസ്മെൻ്റ് ആണ്. നമ്മൾ സ്റ്റോൺ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ നമ്മൾ ഷീപ്പിനെ കണ്ടുപിടിക്കുക. കാരണം ഈ അണ്ണം ഇവിടെ ഉണ്ടോ, ഷീപ്പിനെ കണ്ടുപിടിക്കാം. കാരണം എപ്പോഴും നമുക്ക് ഇതേമാതിരി വില്ലേജ് പിടിച്ചോളണമെന്നില്ല. അതുകൊണ്ട് എവിടെ എപ്പോഴും വില്ലേജ് കണ്ടോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് കച്ചവടം പിടിച്ചോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേക്കാൾ ഇവന്മാരൊക്കെ അടിച്ചിട്ട് മൂള് കളക്ട് ചെയ്യാം. നമുക്ക് ഒരേ കളറിലുള്ള മൂവ് വേണം, മാത്രമേ പ്രോഗ്രസ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇപ്പോൾ ഞാൻ വൈറ്റ് ഷീപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് 3 വൈറ്റ് വൂൾസാണ് വേണ്ടത്. അതിന് ശേഷം നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ബെഡ് ക്രാഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 വൂൾ ഇങ്ങനെ വെക്കുന്നു. പിന്നെ 3 പ്ലാങ്ക്സ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് കിട്ടുന്നുണ്ട്. രാത്രി ആവുന്ന സമയത്ത് ബെഡ് എവിടെ എത്തിയോ നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്തിട്ട് കണ്ണുറങ്ങാം. രാത്രി ആകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോം ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ണുറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്തും. അണ്ണന്മാരൊക്കെ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ എനിക്ക് ആ പുല്ല് എന്താണെന്ന് അറിയണം. ഞാൻ എന്നേലും ഒരു അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പം ചാടി എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഞൂബ് കളിയാണ് കേട്ടോ ഞാൻ. ഇതെന്താ സംഭവം? ഫയർഫ്ലൈ ബുഷ്. ഓക്കെ, അത് കൊള്ളാം കേട്ടോ. ലൈറ്റ് എത്തുന്നുണ്ടോ? ഇത് ചിലപ്പോൾ രാത്രി ലൈറ്റ് എത്തുന്നുണ്ടോ ഗൈസ്, അറിഞ്ഞൂടാ. നമ്മൾ ഇനി നേരെ നമ്മൾ കണ്ടുപിടിച്ച വില്ലേജിലോട്ടാണ് പോകുന്നത്. എനിക്ക് വില്ലേജിൽ വന്ന ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് എന്താണെന്നറിയോ, ബ്രെഡ് ഉണ്ടാക്കാം. ഈ ഐറ്റം വെച്ചിട്ട് ഇതാണ് ഹേബെയിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് അല്ലേ? പിന്നെ അല്ല ഓക്കെ, വീട്ടിൻ്റെ ഉള്ള വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. ലൂട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു തേങ്ങയില്ല, ഒറ്റ ബെഡ് മാത്രമുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ബെഡ് ഇവിടെ ആൻഡ് അവരെ വീട്ടിൽ നമ്മൾ കയറിപ്പോയതല്ലേ, ഡോറടച്ചേക്കാം. നമ്മുടെ ഒരു തേങ്ങയില്ല, ഡോറ് അടച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത് നമ്മൾ ഹേബിൾസ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീറ്റ് കിട്ടും. വീറ്റിൽ നിന്നാണ് ബ്രെഡ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പക്ഷെ എനിക്ക് അറിയാം. യെസ്, ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണം വെച്ചാൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു വീറ്റ് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് വീറ്റ് ഇട്ടുണ്ട്. നമുക്ക് ബ്രെഡ് കിട്ടിയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ഫുഡായിരിക്കും. കാരണം നമ്മൾ വില്ലേജ് അടുപ്പിച്ചു. ഇനി വില്ലേജിലാണ് നമ്മൾ പ്രോഗ്രസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക. മൈൻക്രാഫ്റ്റിലുള്ള ആക്ച്വൽ വേൾഡാണ് വെച്ചാൽ ഓക്കെ. നമ്മളിത് ഈ വീടൊക്കെ കയറി ഒന്നിവിടെ ചെറിയ വീടോ ബെഡിന് മുകളിൽ കയറിക്കേണ്ടി വരുമല്ലോ എന്തെങ്കിലും പരിപാടിയാണെന്ന് വെച്ചാൽ. ഇവിടെ ഗോൾഡ് സ്മിത്തോ അയൺ സ്മിത്തോ ആരായിരുന്നു അവനൊന്നും കാണാനില്ലല്ലോ. സ്മിത്തുമാരൊന്നും. ക്രീപ്പർ ഉണ്ട് കേട്ടാ ഇവിടെ ഉണ്ടാ. ഞാൻ എന്തൊക്കെ പിടിച്ചമർത്തിയായിരുന്നു. ഇങ്ങോട്ടോ പെട്ടെന്ന് അവിടെ നിന്നോ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ആരൊക്കെയോ കൊല്ലുണ്ടല്ലോ. ഞാനവിടെ ആരെ കൊന്നത്? ലെവൽ 1. ഓക്കെ, ഇവിടെ മറ്റവന്മാരൊന്നും കാണാനില്ല. അങ്ങനെ ലൂട്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ലേനും. ഒന്നും ഇല്ലേ അവന്മാരുടെയൊക്കെ. ഇനി നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയയിലോട്ട്. നൈസ്. ഓ മാൻ, ഹൈഡ് സ്മിത്ത് അല്ലേ ഇത്? രാത്രി ആയിട്ടാ കോക്കച്ചടന്ന് സ്പോൺ ചെയ്യണ്ട. നമുക്ക് രാത്രി ആയില്ലേ? നോക്കട്ടെ.
ഈ സൂര്യൻ എന്നാ പെട്ടെന്ന് ഒന്ന് പോടേ. ഒന്ന് കടന്നുറങ്ങാൻ. യേസ്, നമുക്ക് ഉറങ്ങാൻ ഗൈസ്. ഇത്ര പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞു, ഒന്നും ശരിയല്ല. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. എനിക്ക് ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. പോയിട്ട് ഇവിടെയാണ്, ഇവിടെ അയൺ സ്മിത്ത്. അയൺ സ്മിത്ത് ഞാൻ നിന്ന്. ഓ അണ്ണൻ്റെ കൂടെ അടികൂടാനുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഇപ്പം ഇല്ല. യെസ്, അയൺ ബൂട്ട്സ്, അയൺ ഹെൽമെറ്റ്സ് ആൻഡ് സ്വോർഡ്. ഇത് മതി നമുക്ക് ഇതൊക്കെ മതി, ഇതൊക്കെ ധാരാളം. യെസ്, ഇത് നമുക്ക് ഇപ്പുറത്തെ കയ്യിലോട്ട് പിടിക്കാം. ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലേ? ഞാൻ ഭയങ്കര ന്യൂബാണ്. ഇങ്ങനെ വയ്ക്കാം. അവിടെ പറ്റുന്നില്ല. ഷീൽഡ് മാത്രം പിടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. ഇനി നമുക്ക് ആ വിച്ചിൻ്റെ അടുത്ത് ഒരടി കൊള്ളാം. എവിടെ കിട്ടി? ഷുഗറും സ്റ്റിക്കും. അല്ലെങ്കിൽ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേ അവസ്ഥയാണ്. എന്താണ് ചാവും? ഇത് ഭണ്ഡാരം. അയ്യോ, ഇത് പോവാത്. ബീട്രൂട്ട് ചാറ്. ബീട്രൂട്ട് തപ്പി. അയ്യോ, തപ്പി അതില്ലേ? പോണില്ലടാ, ഇവൻ എന്താണ് പറഞ്ഞത്? റീസ്പോൺ പോയിന്റ് സെറ്റ്. യെസ്, റീസ്പോൺ പോയിന്റ് സെറ്റ് ആയതുകൊണ്ടല്ല, അത് എഫക്റ്റ് പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ എടുത്ത് ചാടിയാൽ തീർന്നു പരിപാടി നമ്മുടെ. ഇത് ആക്ച്വലി ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഹോൾഡ് ഷിഫ്റ്റ് ടു സ്നീക്ക്, കാണ്ട് ഫോൾ ഓഫ് എഡ്ജ് നൗ. ഓക്കെ, ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ഐറ്റം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഴില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓ നമ്മൾ വീഴുന്നില്ല, അങ്ങോട്ട് പോണില്ല. ഓ ദാറ്റ്സ് നൈസ്. ഉള്ള പരിപാടി നമുക്ക് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുമ്പോൾ ഈസി ആയിട്ട് പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്. ചട്ട ഉള്ളതുകൊണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് നോക്കി നോക്കാം. ഇത് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അയ്യോ ചാടി പോയതിന് തീരുമാനമായതിനെ കാര്യത്തിൽ എൻ്റെ പൊഞ്ഞോ. ഇവിടെ ഒന്നും ഇല്ലടേ ലൂട്ട് ചെയ്യാനായിട്ട്. അയണൊന്നും കിട്ടും. അയൺ അല്ല ഇത്. യെസ്, കോളുണ്ടോ? ഏ ബോയ്, നമുക്കില്ല ടോർച്ച് ഉണ്ടാക്കാം കേട്ടോ. രാത്രി സമയങ്ങളിൽ മെയിൻ ചെയ്യുന്നതാണ് എളുപ്പം, കാരണം അവിടെ കൂക്കാച്ചികളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഉള്ളിൽ. സോ ഞാനിപ്പോൾ ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ടോർച്ച് ഉണ്ടാക്കുന്ന പരിപാടി ഈസിയസ്റ്റ് പരിപാടിയാണ്. നമുക്ക് 4 ടോർച്ചാണ് സ്കിപ്പ് ചെയ്ത്. അയൺ ഹിയർ ഐ കം. കഴിഞ്ഞാ 2 ഓ 2-3 കിട്ടിയതായിരുന്നെങ്കിലും. വേറെ 2 അയൺ തന്നിട്ട് മൈൻക്രാഫ്റ്റ് നമ്മളെ പറ്റിച്ചിരിക്കുന്നു. ഒട്ടും ശരിയല്ല. കേട്ടോ, കുറച്ച് അവിടെയെങ്കിലും നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. ഓടാൻ പറ്റുന്നില്ല, നല്ല സ്പീഡിലത് ഫുഡ് കഴിക്കാൻ നമുക്ക് ഓടാൻ പറ്റണ്ടേ. നമ്മളെവിടേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഗായ്സ്. പോയി നമ്മൾ വില്ലേജിൻ്റെ അപ്പുറത്ത് പോയില്ലേ, ഷാരില്ല, നമുക്ക് ട്രയലല്ലേ, ഒന്നും കുഴപ്പമില്ല. അയൺ ഇത് പാർട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, സോറി. ഞാൻ വേറെ ട്രൈ ചെയ്ത് നോക്കി. ലെറ്റ്സ് നമുക്കിങ്ങനെ കുറേ അയൺ കിട്ടിയിട്ട് നമുക്ക് ഇതൊക്കെ അങ്ങ് സ്മെൽറ്റ് ചെയ്തിട്ട് അയൺ ഫുൾ അയൺ ആമർ സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഞാൻ കൊണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ഈ ഐറ്റം എന്താണെന്നറിയോ? ദിസ് ഇസ് എമറാൾഡ്. ഈ ഐറ്റം ഇവിടെ കിട്ടും. അയ്യോ, അയൺ ടിക്കാക്സ് ആണെന്നുണ്ട് ഇതിന്. നമുക്ക് പിക്കാക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ കമോൺ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു. അപ്പോൾ പറയുമ്പോൾ എൻ്റെ ബെഡ് അവിടെ അല്ലേ? ഞാൻ എന്തൊക്കെ
മോണത്ര കാണിക്കുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം സെറ്റ് ആക്കുന്ന ഫേർണസ് ആണ് അയൺ സ്മെൽറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലത്തിന് 2 ഫേർണസ് എടുക്കുന്നുണ്ട്. ആൻഡ് അതിൽ കോൾ ടു ആൻഡ് അയൺ. ഓക്കെ, നമ്മൾ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്ത് രസമല്ലേ നോക്കിയേ. അതൊന്നും സംഭവം ഷിപ്രക്കല്ലേ? നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. എന്തുകൂടി ഇരിക്കട്ടെ, നമുക്ക് സ്വാഡ് ഉണ്ട്, അങ്ങനെ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താ ഓർഡർ സംഭവം അതെന്താണെന്ന് നമുക്ക് നോക്കിയോ കേട്ടോ. നമുക്ക് പോയി നോക്കാം. എവിടെ പോയാലും പോയി അങ്ങ് വീണോണം. വാ, എന്താ മോനെ എന്ത് രസമല്ലേ. നീന്താൻ അറിഞ്ഞൂടെ, ഇതാണ് പ്രശ്നം. ഇവിടെ ഓ ഇപ്പം സ്പീഡ് കിട്ടുന്ന പരിപാടി ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ യോ 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 ആ അപ്പം തീർന്നതിനെ സ്പീഡ് വെച്ചോണ്ട് പോയാ. സ്പീഡ് അടങ്ങി നിന്റെ ഷിപ്പർ കാണട്ടെ. ഇവിടെ സ്റ്റോൺ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിക്കാം തൽക്കാലം. ജസ്റ്റ് ഇതിങ്ങനെ വയ്ക്കാൻ പറ്റില്ല. യെസ്, കുറച്ച് മരമൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് മരം എന്താ അത്? ഓനോ 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 അയ്യോ തീർന്ന്. മര്യാദയ്ക്ക് ഇവിടെ എങ്ങാനും ഇരുന്നാൽ മതിയായിരുന്നു. ചെന്തിൻ്റെ കേടായിരുന്നു പണ്ടാരം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സോ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. ഇതുവരേക്കും ബൈ ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റ് നമ്മൾ അടിച്ച് പൊളിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു 90 മിനിറ്റ്സ് സീനാക്കുന്നതായിരിക്കും. സോ നമുക്ക് വേറെ ദിവസം കാണാം. ബൈ.